സ്റ്റൈലൻ അമ്മ. അതും വെറും സ്റ്റൈൽ എന്ന് പറഞ്ഞ പോരാ, നമ്മുടെ സ്റ്റേജിലൊക്കെ കയറി തട്ടുപൊളിപ്പൻ ഡാൻസ് കളിക്കുന്ന ഒരു അടിപൊളി അമ്മയാണ്. അപ്പൊ നമുക്ക് ഒരു അമ്മയുടെ കൂടെ സംസാരിക്കാം. ഒരു സ്റ്റൈലൻ അമ്മ. അതും വെറും സ്റ്റൈൽ എന്ന് പറഞ്ഞ പോരാ, നമ്മുടെ സ്റ്റേജിലൊക്കെ കയറി തട്ടുപൊളിപ്പൻ ഡാൻസ് കളിക്കുന്ന ഒരു അടിപൊളി അമ്മയാണ്. ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പൊ വൈറൽ താരമായി മാറിയിരിക്കുന്ന ഒരു അമ്മയാണ്. അമ്മയെ നമുക്ക് വിളിക്കാം. ഹലോ, ഹായ് അമ്മ. എന്താണ് ഒരു രക്ഷയില്ല, അടിപൊളി ഡാൻസ് കേട്ട് ഫുള്ള് സ്റ്റേജില് തകർപ്പനാണല്ലോ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഫുള്ള് ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുവാണല്ലോ. ഓ, വളരെ സന്തോഷം. എങ്ങനെയുണ്ട് അമ്മ വിചാരിച്ചോ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇത്രയും സംഭവമായിട്ടൊക്കെ വരുന്ന? അങ്ങനെ അങ്ങോട്ട് ഓർത്തിട്ടില്ല. കല്യാണം കൂടെ പോവുക, അവിടെ അവര് പങ്കുചേർന്ന് തിരിച്ചു പോരാ, അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ മനസ്സിൽ. പ്രതീക്ഷയില്ലല്ലോ. ഇവിടുന്ന് പോയാലല്ല തിരിച്ചു വന്നത്. പക്ഷെ എന്റെ മോൻ പറഞ്ഞു അങ്ങനെ ഷെയ് കയറി പിള്ളേരെ ആടിയപ്പോ ആ കൂടെ എന്റെ മോൻ കയറി ആടി, മാമനാടാൻ പറഞ്ഞ അവൻ ആടി. അത് കഴിഞ്ഞ് അവൻ ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ കുട്ടികളൊപ്പം അമ്മ പറഞ്ഞോട് ചോദിച്ചു, എന്നാ മോൻ ഒരു കാര്യം ചെയ്യും, ഇത് ഒരു മധുരയ്ക്ക് പാട്ട് വെക്കാൻ പറഞ്ഞു രഘുമാർ സാറിന്റെ ശോഭന മേഡത്തിന്റെ. അന്നത് വെച്ചരാന്ന് പറഞ്ഞു. അങ്ങനെ അത് കയറി ആടി, പിള്ളേരൊപ്പം ആടി. പിന്നെ അങ്ങോട്ട് ആടി. പിന്നെ ഒരു കണ്ണു മൂക്കലാണ് തട്ടി കൊടുത്ത ഡാൻസ്. പിന്നെ അങ്ങോട്ട് ആടി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മോൻ എടുത്ത് ഇത് അയക്കുന്നുള്ള പ്രതീക്ഷ ഒന്നും ഇല്ല, അങ്ങനെ വരുന്നില്ല. സന്തോഷം അയക്കുന്നുള്ളൊരു പ്രതീക്ഷയില്ല. പിന്നെയാണ് സന്തോഷമോ പറഞ്ഞ അവൻ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അയച്ചു കഴിഞ്ഞപ്പോ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതാ ഇങ്ങനെ സംഭവം ആയത്. അടിപൊളി. അമ്മയ്ക്ക് എന്താ, അമ്മ ഇത് ആദ്യമായിട്ടാണോ സ്റ്റേജിൽ കളിക്കുന്നത്? അത് ഇതിനു മുമ്പ് അമ്മ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നതാണോ? ചെറുതൊക്കെ ആയിട്ട് സ്കൂളിലൊക്കെ ആനുവേടക്കൊക്കെ അവിടെ കാടിയിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പിള്ളേരുടെ ആവശ്യങ്ങളൊക്കെ വരുമ്പോ കല്യാണമൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ ആടി. ഇതിപ്പോ എത്ര കാലം കഴിഞ്ഞാണ് അമ്മ ശരിക്കും സ്റ്റേജിൽ കയറിയേ? ഇത് ഒരു 15 കൊല്ലത്തിന് ശേഷം കയറണത്. ഓ, 15 കൊല്ലത്തിന് ശേഷം കയറിയിട്ടാണ് ഈ ഒരു അടിച്ചുപൊളി പെർഫോമൻസ് കാണിച്ചത്. പോയടിക്ക് അധികം നിന്നില്ല. പിന്നെ അത് കഴിഞ്ഞ ഒരു പിള്ളേർ പറഞ്ഞു നമ്മൾ നിൽക്കരുത്, ഡാൻസ് ആട്, പാട്ട് പാട് ഒക്കെ ചെയ്തോ. അതുവരെ ഇങ്ങനെ ഒരു ഇതില്ലാണ്ടിരുന്നു. അപ്പൊ കുട്ടികളെ അവരുടെ ധൈര്യം തന്നു. പിന്നെ എനിക്ക് തോന്നി ആൾക്കതൊരു സന്തോഷമായിക്കോട്ടെ. പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട്. ഇതുപോലെ ശരിക്കും പല ഇങ്ങനെ ഡാൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പാട്ട് പാടാനൊക്കെ കഴിവുള്ള കുറെ അമ്മമാര് നമ്മളുടെയൊക്കെ വീടുകളിൽ കാണും. തീർച്ചയായിട്ടും. അപ്പൊ അമ്മയ്ക്ക് ആ അമ്മമാരോട് വല്ലതും പറയണമെന്നുണ്ടോ? അമ്മമാരോട് പറയാനുണ്ടെന്നോ? ആ അമ്മമാര് ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തല്ലോ, അവരുടെ ഉള്ളില് ഇപ്പൊ അവരുടെ ഒരു കലയുണ്ട്. അത് ഈ അടുക്കളയെ കടന്ന് ആ കഷ്ണം ഈ കറിയും വെച്ച് അങ്ങനെ വെച്ച് ഒക്കെ ഇങ്ങനെ മുരടിച്ച് അവരുള്ള ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ എനിക്കും അങ്ങനെയായിരുന്നു. അടുക്കള തന്നെ. പിന്നെ അങ്ങനെ ആലോചിച്ച് നിന്ന് ശരിയാവൂല, പുറത്തേ ആടണം. പിന്നെ അങ്ങനെ പാട്ടൊക്കെ ഇടൊക്കെ നാടി അങ്ങനെയൊക്കെ നാടി. ഞാൻ ഒരു കഷ്ണം അരിയുമ്പോൾ ടി വി വെക്കും, ഓടിച്ചു നോക്കും. പിന്നെ ടി വി ഒക്കെ ഡാൻസ് നോക്കും. അപ്പൊ ഒരു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ ആടും. അപ്പൊ ഞാൻ അതുപോലെ മറ്റുള്ള തള്ളന്മാര് അടുക്കളയും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ കലയുണ്ടാവും. കലയുള്ളവർ കലയില്ലാത്തവരുണ്ടാവും. ഉള്ളവര് ആ മുറിയിൽ ഒതുങ്ങി കൂടുക. അപ്പൊ മക്കൾ സമ്മതിക്കൂല, ചിലപ്പോൾ അയലക്കാർ സമ്മതിക്കൂല. മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു സാമ്പത്തി കാണും. അപ്പൊ അവരുള്ളത് വേദനയാ. നിനക്കറിയാം ജോലിയില്ലേ, പല ആൾക്കാർ പലതുള്ളൂ, നീ ഉള്ള നീന്റെ വീട്ടിലിരിക്കും. അപ്പൊ അവരുടെ കലേനെ അവരത് മൂടിക്കളഞ്ഞു. പിന്നെ അവർക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ സാധിക്കും. പിന്നെ മക്കൾ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം. ഇതാരും വേണ്ടാകുമ്പോ അവരുടെ ആ കല അതിൽ ഒതുങ്ങി കൂടുക. അത് പാടില്ല. അത് പുറത്തേക്ക് എടുക്കണം, അത് പുഷ്പിക്കണം, അത് പടർന്ന് കുലിച്ച് കാണണം. അതാണ് വേണ്ടത്. പടർന്ന് പന്തലാകണം. അപ്പൊ അതൊരാഗ്രഹമാണ്.
ഒരു രക്ഷയില്ല. അയ്യോ അമ്മ കൂടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ സൈഡിൽ പോയിരുന്നു കുറച്ചേരം കുറഞ്ഞ് നിൽക്കുമായിരുന്നു. അമ്മ നിർത്തല്ലേ. ഞാൻ വെച്ചാൽ ഇനിയിപ്പോ അടുത്ത പാട്ടും കൂടെ കഴിഞ്ഞിട്ട് അമ്മ നിർത്തണ്ടാവുള്ളൂ എന്ന്. അടുത്ത പാട്ടും കൂടെ വന്നിരുന്നെങ്കിലും കളിച്ചേനല്ലേ. ഒരു രക്ഷയില്ല. ഇത് എവിടെ നമ്മ ഇത്ര എനർജി? ഞങ്ങളിപ്പോ നമ്മളൊക്കെ മറ്റേ യങ്സ്റ്റേഴ്സ് കുറയണം. നമ്മളെല്ലാരും ഇപ്പൊ ആളുകൾ പറയാ നല്ല ബെസ്റ്റ് യങ്സ്റ്റർ തന്നെ കളിയാക്കും. എന്നാലും ഞങ്ങളൊക്കെ ഇവിടെ താങ്ങുമ്പോ മീൻ ഇങ്ങനെ ഈ ശ്വാസം എടുക്കുമ്പോ അമ്മ എവിടെ ഇങ്ങനെ ജാങ്കോ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുവാണ്. എന്താണ് എവിടെ നിന്നാണ് ഇത്ര എനർജി അമ്മ? അത് ഉള്ളിന്റെ ഉള്ളിൽ വന്നു ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കാരന്മാരെ കൊടുത്തു. അടിപൊളി. ഇത് പണ്ടേ ഉള്ളതാണോ ഈ ഡാൻസ് എന്ന് പറയുന്നത്? പണ്ടോട്ടേ ചെയ്യുന്ന? ചെറുപ്പത്തിൽ ഇങ്ങനെ കാടും. പിന്നെ കുറെ കാലം കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ നീങ്ങണില്ല. വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി. പിന്നെ ആ പ്രായമായപ്പോ പിന്നെ വേണ്ടാന്ന് കൊടുത്തു. പിന്നെ വീണ്ടും ഞാൻ തന്നെ ഒരാടി മക്കളും സപ്പോർട്ട് ചെയ്യും. അമ്മ അടിക്കാതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ കിട്ടുന്ന ശൈലി അങ്ങനെ ഇതൊക്കെ ആടി കൂട്ടും. പിന്നെ ആയപ്പോ എനിക്ക് തോന്നി അവിടെ അടിച്ചേക്കാന്ന്. അത് ശരിക്കും പറയണം കേട്ടോ. കാര്യം ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് മക്കളെല്ലാരും നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് ശരിക്കും ഒരു ഭാഗ്യാണല്ലേ. ഇപ്പം തീർച്ച ഭാഗ്യ. അവൻ ഷൺബിയിലെ പാട്ടുകാരൻ ആളാണ്. ആ മോനാണ് സന്തോഷ്. അവൻ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. ഇപ്പം ഈ പരിപാടിക്ക് തന്നെ ഇത് പുറത്തോട്ട് വരാനും എല്ലായിടത്തും കൂടാനൊക്കെ നീത് അവൻ്റെ ഒരു ഒറ്റ ഇതാ. അവൻ ഇങ്ങനെ അമ്മ കയറിക്കൊണ്ട് ഞാൻ സൈഡിലോട്ട് കയറി. അമ്മ ഫുള്ളി ഓണ്. അവൻ ചോറ് ഒറ്റ ഇതാ. അതുകൊണ്ട് കയ്യൊക്കെ തീർച്ചയായിട്ടും നമ്മളെ മക്കളാ. അപ്പൊ ആ പിള്ളേരെ ആടിപ്പോ അവന് കൂടി അവരോട് ആടി. സന്തോഷം അമ്മ വാങ്ങുന്നത് ആടി കഴിഞ്ഞ് പിന്നെ അവൻ വന്നിരുന്നു. ഇതിപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ സാധാരണ ആൾക്കാർ കളി കാണുക അവരുടെ ഡാൻസ് സ്റ്റേജില് കതിർമണ്ഡപത്തിൽ നിന്നിട്ട്. അപ്പൊ പിന്നെ സന്തോഷം പറഞ്ഞ അമ്മയ്ക്ക് ആടണ്ട ആ കേരിയ കൊള്ളാന്ന് ഉണ്ട് പറഞ്ഞു. അപ്പൊ അന്നാ ഒരു കാര്യം ചെയ്യും ഒരു മന്ദിരൊക്കെ പാട്ട് വെച്ചെന്ന് പറഞ്ഞ അമ്മയ്ക്ക്. അങ്ങനെ കൊച്ചു വെച്ചെന്താ പാട്ട് അങ്ങനെ അങ്ങടെ ആടി. ആ പാട്ടാണോ അമ്മയുടെ ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത്? അതാണ് അമ്മയുടെ എപ്പോഴും അമ്മയുടെ മാസ്റ്റർ പീസ് എന്നൊക്കെ പറയുന്നത്. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സ്പീഡ് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അത് തന്നെ മറ്റാ പാട്ട് പാടിയിലും ഓരോ പാട്ടുണ്ട്. നമുക്ക് സ്പീഡ് പാട്ട് അല്ലാണ്ട് ഒരു ഉറങ്ങിയ സൈസ് പാട്ടൊന്നും ഒരു സുഖമില്ല. ഉറങ്ങിയ സൈസാ ഉറങ്ങല തന്നെ അറിഞ്ഞു വരും. അതല്ലല്ലോ നമുക്കൊരു ഉണർവ് കൊടുക്കണ്ടേ. അതുകൊണ്ട് ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാറിന്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശോഭന മേഡത്തിന്റെ ഈ ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സിനിമ കണ്ടെങ്കിലും അതിലുപരിയായിട്ട് ഞാൻ ചില സമയത്ത് പാട്ടിന്റെ ഇഷ്ടമൊക്കെ അങ്ങനെ ആലോചിക്കും. അപ്പൊ അങ്ങനെ കയറാനൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ അതിന് അവസരം കിട്ടി കയറി. ഇനിയിപ്പോ നമ്മൾ തുടരെ പല വേദികളിൽ കാണുന്നുണ്ടാവുമോ? കാണണം തീർച്ചയായിട്ടും. അമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തൂടെ? കാര്യം ഇപ്പൊ എന്തായാലും അമ്മ ഇതായി. അപ്പൊ ഇൻസ്റ്റാ പേജിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഡാൻസും പരിപാടികളൊക്കെ ഇടാലോ. ഏതാണ് പ്ലാൻ ഉണ്ട്? ഓക്കെ, മക്കൾക്ക് പ്ലാൻ ഉണ്ടെന്ന് ചേച്ചി പറയുന്നുണ്ട്. അപ്പം ഇനി അമ്മയുടെ കുറെ അധികം ഡാൻസുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സെറ്റ്. വേറെ എന്താ വേണ്ട, മക്കളും മരുമക്കളും ഫുൾ സപ്പോർട്ടാണെന്ന് അവിടെ നിന്ന് പറയുന്നത്. അടിപൊളി. എത്ര മക്കളെ എത്ര പേരക്കിടങ്ങൾ കണ്ടു? അടിപൊളി. 3 മക്കൾക്ക് 2 പേര്. ഓ സെറ്റ്. 6 മക്കളുടെ അമ്മൂമ്മയാണ് ഞാൻ. 3 മക്കളുണ്ട്. ഞാൻ 2 പേരെ കണ്ടുള്ളൂ. ഒരു മോനുണ്ട് ഒരു മോളുണ്ട്. അവള് വേറെ സ്ഥലത്ത് ജോലിക്ക് പോയേക്കുക. ഓക്കെ. ഈ വീഡിയോ ഇങ്ങനെ വൈറലായത് കണ്ടിട്ട് ബാക്കി അമ്മയുടെ ഇവിടെ എല്ലാരും എന്തായിരുന്നു പറഞ്ഞേ? മക്കളൊക്കെ എന്ത് പറഞ്ഞു? ഈ സന്തോഷ് മാമയും മക്കൾക്ക് വളരെ ഭയങ്കര സന്തോഷമായി. ഇപ്പൊ മോളായാലും ദുബായിലാണ് മോള്. അവിടെ ഒരു വർക്കിൽ നിൽക്കണ ആള്. അപ്പൊ അവൾക്കും പറഞ്ഞ അമ്മയുടെ ഡാൻസ് ഒക്കെ കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി കൊച്ചേ. രണ്ടാമത്തെ മോള് ആ മോളിലെ മോനാണ് നിൽക്കുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ വന്നപ്പോഴുണ്ടല്ലോ ഫുള്ള് കാര്യം ഇങ്ങനെ അമ്മയുടെ വീഡിയോ എടുക്കണം, അമ്മയ്ക്ക് അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഞങ്ങൾ സ്പീക്കർ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഇവിടെ എല്ലാവരും ഓണായിട്ട് നിൽക്കുക. അപ്പൊ ഫുൾ ഫാമിലി അമ്മയെ പോലെ തന്നെ മൊത്തം എനർജറ്റിക് ആണ്. മക്കളൊക്കെ ഇതാണ് കലയുടെ ആൾക്കാരാണ് മൊത്തം. ഓക്കെ. ഇവിടെ ആരെങ്കിലും ഇത് കലയിൽ ആർട്ടായിട്ട് അല്ലെങ്കിൽ അത് ജോലിയായിട്ട് എടുത്ത ആരെങ്കിലും ഉണ്ടോ? ജോലി സന്തോഷ് മോനാണ്. എന്താണ് മോൻ ഓരോ സ്ഥലങ്ങളിലൊക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ട്. കമലാകർ സാറിന്റെ ഒപ്പം ഡാൻസറാണ്. നാദിർഷ സാറ്. പിന്നെ ആരമാനെ വേറെ ആൾക്കാരുണ്ടല്ലോ, കലാമണി അവരൊക്കെ എല്ലാ മിക്കവാറും നടന്മാരുടെ ഒപ്പം പോയിട്ടുണ്ട്. അപ്പൊ പ്രൊഫഷണൽ ഡാൻസറിന്റെ അമ്മയാണ്. അമേരിക്ക വരെ എത്തി ഡാൻസ് ആയിട്ട്. അടിപൊളി. അപ്പൊ കുറച്ചു മുന്നേ ചിലപ്പോ ഇറങ്ങിയെങ്കിൽ അമ്മയും ഇതുപോലെ അമേരിക്കയൊക്കെ കറങ്ങി വന്നേനല്ലേ? തീർച്ചയായും. ഇനിയും പൊയ്ക്കൂടാന്നില്ല?
ഇനി നമുക്ക് വരാം അല്ലേ? ലീലാമ്മയുടെ മക്കളും മരുമക്കളും ഒക്കെയാണ് അമ്മയുടെ ഫുൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും ഇവിടെ ഉണ്ട്, പേരക്കിടാങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അവരെയും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ? ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ഇങ്ങോട്ടേക്ക് വരാമോ? ഓക്കെ, അപ്പൊ ഇതാണ് അമ്മയുടെ സന്തോഷ് അല്ലേ? സന്തോഷ് ഡാൻസറായ സന്തോഷ് മോൻ, സന്തോഷ് മാമ. എന്താണ് ചേട്ടാ, ഭയങ്കര ഡാൻസർ ആണല്ലോ ചേട്ടൻ, പ്രൊഫഷണൽ ഡാൻസറാണ്. അപ്പൊ അമ്മയുടെ ഇതിൽ നിന്നാണ് ചേട്ടന്റെ ഫുള്ളി കഴിവ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പാരമ്പര്യം, കാരണം മുതല കുഞ്ഞിനെ നീന്തം പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു പാരമ്പര്യം എല്ലാവർക്കും ഞങ്ങൾ 3 മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ അതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ട് പ്രൊഫഷനിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ നാദൃഷ്കരുടെ കൂടെ, പിന്നെ ജയറാമേട്ടൻ, പ്രഭു, പിന്നെ കലാമണി ചേട്ടൻ, സാമ്രാജ്, ഇവരോടൊക്കെ കൂടുതലും വിദേശ രാജ്യങ്ങളാണ്. അമേരിക്ക, ആഫ്രിക്ക, സിംഗപ്പൂർ, മലേഷ്യ, ലണ്ടൻ, UK ഒക്കെ എല്ലായിടത്തും കറങ്ങി, ലോകം മുഴുവൻ കറങ്ങി നടന്ന് ഡാൻസ് കളിക്കുന്ന ഒരാളാണെന്നൊക്കെ. അതെ, അപ്പോൾ അതൊരു ഭാഗ്യം. കാരണം നമുക്കൊക്കെ ഇപ്പോഴും പൈസ ഉള്ളവർക്ക് ഇപ്പോഴും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഈ കല ഉള്ളത് കൊണ്ടും, പിന്നെ അവേഷൻ മൂവിയിലെ ഡാൻസാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് അവൈ സന്തോഷ് എന്ന് എനിക്ക് പേര് വീണേക്കുന്നത്. പിന്നെ കുള്ളൻ കമലാസൻ, അപൂർവ സഹോദരൻ കുള്ളനായിട്ടും ഈ 2 ഡാൻസാണ് എൻ്റെ മെയിൻ. അത് കളിച്ചുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ പോകാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയത്. അടിപൊളി. അപ്പം ഇതാണ് സന്തോഷ് ചേട്ടൻ. ചേട്ടനാണ് അമ്മയെ പിടിച്ച് സ്റ്റേജിൽ കയറ്റിയത് എന്ന് പറഞ്ഞു നമ്മുടെ ഈ ഡാൻസിന്. ഇത് മൂത്ത മോൾ അല്ലേ? ചേച്ചിയുടെ പേരെന്തായിരുന്നു? മിനി ജോയ്. ചേച്ചി ഇവിടെ തന്നെയാണ്, എറണാകുളം തന്നെയാണ്? ഞാൻ അങ്കമാലി മൂക്കന്നൂര്. ഓക്കെ, എന്ത് ചെയ്യണു? ഞാൻ ഇപ്പൊ തയ്യലാണ്. പിന്നെ ഡാൻസ് പഠിപ്പിക്കും പിള്ളേരെ. ഡാൻസ് കുടുംബത്തിൽ മൊത്തം ഉള്ളതാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വന്ന കുടുംബങ്ങൾ മൊത്തം ഡാൻസും പാട്ടുവാ. അടിപൊളി. ചെറിയ ഫംഗ്ഷൻ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയാൽ മതി. അപ്പൊ പിന്നെ രാത്രിയിൽ ആ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാട്ടും ഡാൻസും സ്പീക്കറിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം വീട്ടിലെ നല്ലൊരു ആഘോഷമാണെന്ന്. ഇപ്പോഴും അതൊരു ഭാഗ്യമാണ്. ഇത്രയും ഹാപ്പി ആയിട്ട് തടസ്സം പറയില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ആഘോഷം വന്നു കഴിഞ്ഞാൽ ഈ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞാൽ അവർക്കറിയാം ഞങ്ങൾ കൂടിക്കഴിഞ്ഞ് ഇങ്ങനെയാണെന്ന്. ഈ ജനറേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി 3ാമത്തെ ജനറേഷനിൽ ഡാൻസ് എത്തിയിട്ടുണ്ടോ എന്ന് നമുക്കിത് ചോദിച്ചു നോക്കാം. ആളൊരു ഫ്രീക്കനാണ് കേട്ടോ, മൂക്കുത്തിയൊക്കെ വെച്ച് ഭയങ്കര ജാങ്കോ ആയിട്ട് നിപ്പുണ്ട്. ഡാൻസും പാട്ടും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. പേരെന്തായിരുന്നു? ജിനു എന്ത് ചെയ്യാ? ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ജിനുവും ഡാൻസറാണ്. എന്ത് പറഞ്ഞു നമ്മളുടെ ഈ വീഡിയോസിലൊക്കെ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ ഭയങ്കര വൈറലായിട്ട് വന്നപ്പോ എന്റെ അമ്മമ്മയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ജാട ഇറക്കി. നമുക്ക് അത്ര ഒട്ടും പ്രതീക്ഷയില്ല. നമ്മൾ ആൾ കളിക്കുന്ന അറിയാം, നമ്മളെല്ലാവരും കൂടുമ്പോൾ ഒരുമിച്ച് എല്ലാവരും ഡാൻസ് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവര് നമ്മളൊരു ചെറിയ രീതിയിലേക്ക് നോക്കിയത് പ്രായ ആളാണ്, കളിക്കുമോ എന്നുള്ള രീതിയിൽ അവരൊക്കെ ചോദിച്ചു വരെടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു കളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നേരെ എല്ലാവരും ഓടി വന്ന് എടുത്തു. നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവരും ഓടി വന്നിട്ട് പറഞ്ഞ് ഒരു രക്ഷയുണ്ടായില്ല, അമ്മ തകർത്ത് കളഞ്ഞു, ഞങ്ങളൊക്കെ അടച്ചു മാറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ നമുക്ക് സന്തോഷം. നമ്മുടെ അമ്മ കളിക്കാന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതല്ലേ. അതെ. അപ്പോ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മളുടെ അമ്മയുടെ ഇനി ഡാൻസസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇതാക്കാനുള്ള പ്ലാൻ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പൊ പേരെന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? മൈ മമ്മാസ് എന്നാണ് ഞങ്ങൾ ഇട്ടേക്കണേ. ഓക്കെ, മൈ മമ്മാസ്. അപ്പൊ എല്ലാരും മൈ മമ്മാസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി കഴിഞ്ഞാൽ അമ്മയുടെ പുതിയ പുതിയ ഡാൻസുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോൾ യൂഷ്വലി നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡാൻസൊക്കെ വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും കുറേയധികം ഓഫറുകൾ വരും അല്ലേ? സിനിമയിലേക്കും സീരിയലിലേക്കും അല്ലെങ്കിൽ അങ്ങനത്തെ. അപ്പം അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഓഫറൊക്കെ വന്നു പോയോ? ഒന്നെന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് ഒരു രംഗത്തിൻ്റെ കാര്യം മോനോട് പറഞ്ഞായിരുന്നു. പിന്നെ മൂന്നെണ്ണം അടിപൊളി എന്നൊക്കെ പറഞ്ഞു. അപ്പം മോനായിട്ട് സംസാരിച്ചു. അപ്പം എന്നോട് എൻ്റെ കയ്യിൽ ഫോൺ തന്നു. ആയിക്കോട്ടെ, സന്തോഷമായില്. പിന്നെ ഓരോ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോൾ അമ്മ വരൂ എന്നൊക്കെ ചോദിച്ചു. ഓരോ സ്ഥലത്ത് വിളിച്ചിട്ടുണ്ടായി. കോൾ ഷീറ്റ് ഞങ്ങൾ ഫുള്ളി ഫിൽഡ് ആണെന്നൊക്കെ അല്ലേ? എനിക്ക് വയ്യ, ഭാവിയിലെ ഒരു സിനിമാ താരമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അടിപൊളി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണോ അമ്മ സിനിമയിലൊക്കെ കാണുക എന്നുള്ളതിന്? പിന്നെ തീർച്ചയായിട്ടും ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാര്യം ഞാൻ ഇടയ്ക്ക് ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷീ വാസ് ലൈക്ക് വെരി സാഡ്. പുള്ളിക്കാരുടെ സിനിമ കാണാൻ പോലും മക്കൾ പോകുന്നില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തിനാ ഈ പ്രായത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെയുണ്ട്. എനിക്ക് അനുഭവം ഉണ്ടത്. കാരണം ഇപ്പോഴും ഒരു ചുരിദാർ ഇട്ട് പോയി കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് എന്ത് വെറുതെ സാരിಯನ್ನು എടുത്താൽ മതി എന്ന് പറയുന്ന മക്കളുണ്ട്. ഇപ്പൊ ഡാൻസ് കളിക്കുകയാണെങ്കിലും എന്തിനാ വേണ്ട, അമ്മ ഡാൻസ് ഒന്നും കളിക്കേണ്ട, ഒരു നാണക്കേട് ഇങ്ങനെ പറയുന്ന മക്കളുണ്ട്. ഇപ്പം ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അത് കാണാൻ പോകാത്ത മക്കൾ വരെ ഉണ്ട്. അത് ഇപ്പോഴത്തെ കാലത്താ. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ നേരെ തിരിച്ചാ. അതാണ് വേദികൾ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഉറപ്പായിട്ടും ഞങ്ങളെ കൊണ്ടും എന്തെല്ലാം ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ചിലപ്പോൾ ഇപ്പം നാളൊരു ഇതുണ്ട്, അമ്പലത്തിലൊരു പ്രോഗ്രാം ഉണ്ടായി. അപ്പം അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവരിവിടെ ഇതിൻ്റെ പരിപാടിയായിരുന്നു.
പരിപാടിക്ക് വേറെ ടീമുകളായിട്ട് കളിച്ചു. പിന്നെ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അമ്മ വിളിച്ചു, അമ്മോനെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, വരാമോ? വന്നു. അപ്പോൾ എൻ്റെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു പോയിക്കോ, പോയി ഹെൽപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് നമ്മുടെ കൂടെ. ഓക്കെ. അല്ല അത് ശരിക്കും ഒരു നല്ല കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. ഇപ്പൊ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അത്രയും മാതാപിതാക്കൾ നമുക്ക് ചെയ്തിരുന്നു. നൗ ഇറ്റ്സ് എ ടൈം ഫോർ അസ് ടു റിട്ടേൺ. അപ്പോൾ ഈ ഒരു സന്തോഷം, ഈ ഒരു ഒത്തൊരുമ, ഈ അമ്മയ്ക്ക് ഇത്രയുള്ള സപ്പോർട്ടും മോട്ടിവേഷനും ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം അമ്മയ്ക്ക് ഇനിയും കൂടുതൽ എനർജറ്റിക് ആയിട്ട് അല്ലേ, അതാ ഒരുപാട് വേദികളിൽ കളിക്കാനുള്ള ആരോഗ്യവും ഫുൾ ഹെൽത്തും ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.